15 പുതുമുഖങ്ങളാണ് കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നത്. 2 പേരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. പുതുമുഖങ്ങളിൽ 2 പേർ വനിതകളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശാന്തകുമാരി MLA യും മന്ത്രി ആർ ബിന്ദുവുമാണ് വനിതാ അംഗങ്ങൾ എന്നുള്ള നിലയിൽ പുതുമുഖങ്ങളായി ഇടം പിടിക്കുന്നത്. നേരത്തെ മന്ത്രി വീണ ജോർജിൻ്റെ പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും പക്ഷേ മന്ത്രി ആർ ബിന്ദുവിനെയാണ് അതിൽ പരിഗണിക്കുന്നത്. 2 പേരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കെ അനിൽകുമാർ, വി ജോയ്, OR കേളു, ചിന്താ ജെറോം, S സതീഷ്, N ചന്ദ്രൻ, ബിജു കണ്ടക്കയെ സ്ഥിരപ്പെടുത്തുന്നു. ജോൺ ബ്രിട്ടാസിനെ സ്ഥിരപ്പെടുത്തുന്നു. M രാജഗോപാൽ, K റഫീഖ്, M മെഹബൂബ്, VP അനിൽ, KV അബ്ദുൽ ഖാദർ, അങ്ങനെ നീളുന്നു ആ പട്ടിക. അതിൽ തന്നെ 5 പേർ ജില്ലാ സെക്രട്ടറിമാരാണ്. M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, V വസീഫ്. പുതുമുഖങ്ങൾ എന്നുള്ള നിലയിൽ VK സനോജും V വസീഫും ഇടം പിടിക്കുന്നു. K ശാന്തകുമാരി പുതുമുഖം എന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നു. ആർ ബിന്ദു പുതുമുഖം എന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നു. M അനിൽകുമാർ എറണാകുളത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയാണ്. K പ്രസാദ്, അതുപോലെ PR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി, തിരുവനന്തപുരത്ത് നിന്ന് DK മുരളി MLA സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയാണ്. EP ജയരാജനും TP രാമകൃഷ്ണനും ഇളവ് നൽകിയിരിക്കുന്നു. അതുപോലെ M വിജയകുമാറിന് ഇളവ് നൽകിയിരിക്കുന്നു. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി സൂസൻ കൊടിയെ ഒഴിവാക്കി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ഒഴിവാക്കൽ എന്ന് മനസ്സിലാക്കുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ സൂസൻ കൊടിയെ ഒഴിവാക്കി എന്നുള്ള വിവരം, അതിന്റെ വിശദാംശങ്ങൾ ശ്രീജിത്ത്. ഒഴിവാക്കുന്ന കാര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ലോക്കൽ സമ്മേളനത്തിൽ വിഭാഗീയ പ്രശ്നം തുടർന്ന് സമ്മേളനം നിർത്തിവെക്കുകയും അവിടെ മറ്റു തരത്തിൽ ചെയ്തിരുന്നു. 2 ചേരികളായി തിരിഞ്ഞ് കരുനാഗപ്പള്ളിയിൽ പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇത് കണക്കിൽ ആ വിഭാഗീയത്തോടെ തുടർന്ന് ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളെ PR വസ്തുക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ സൂസൻ കൊടിയെ കൂടി സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്നാൽ സൂസൻ കൊടിയെ ഒഴിവാക്കാതിരിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം അത് അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. വിഭാഗീയ പ്രശ്നങ്ങളോട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല, അത്തരത്തിലാണ് തീരുമാനമെടുത്തത് എന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. സൂസൻ കൊടിയെ ഒഴിവാക്കിയിരിക്കുന്നു, വിഭാഗീയതയോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ഒഴിവാക്കൽ. നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്താൻ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് പാർട്ടി വഴങ്ങുന്നില്ല. സൂസൻ കൊടിയെ ഒഴിവാക്കിയിരിക്കുന്നു. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ്, CPIM സംസ്ഥാന കമ്മിറ്റിയാണ് നിലവിൽ വരാൻ പോകുന്നത്. നേരത്തെ അത് 87 ആയിരുന്നെങ്കിൽ 89 അംഗ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരാൻ പോകുന്നു. അതിൽ തന്നെ 15 പേർ പുതുമുഖങ്ങളാണ്. 2 പേരെ കമ്മിറ്റിയിൽ സ്ഥിരപ്പെടുത്തുന്നു. ആർ ശ്രീജിത്തും തനീഷ് തമ്പിയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.